ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് സെപ്റ്റംബർ 24 റേശുമാലാഖമാരുടെ തിരുനാൾ സെപ്റ്റംബർ 29 ആഘോഷിക്കുന്നതിൻ്റെ ഒരുക്കമായിട്ടുള്ള മാലാഖമാരുടെ പ്രാർത്ഥനയുടെ 5-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ കണ്ടുവല്ലോ, റേശുമാലാഖമാർ സപ്താത്മാക്കളാണെന്ന്, 7 പേരുണ്ടെന്ന്. അതിൽ നമ്മൾ മിഖായേൽ, റഫായേൽ, ഗബ്രിയേൽ ഈ 3 പേരെയാണ് കണ്ടത്. ഇനി ജെറമിയേൽ, ഉറിയേൽ, റെഹുവേൽ, സിറിയേൽ 4 പേരുണ്ട്. പക്ഷേ ഇവർ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയില്ല. എസ്രായുടെ പുസ്തകത്തിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ ഇവരെക്കുറിച്ച് കിട്ടുന്നുണ്ട്. ഇന്ന് നമ്മൾ ജെറമിയേൽ മാലാഖയെക്കുറിച്ച് കുറച്ച് കാര്യം കേൾക്കാം. മുഖ്യദൂതന്മാരിൽ ഒരാളാണ് ഈ ജെറമിയേൽ എന്ന് എസ്രായുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ 2 എസ്ര 4-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 2 എസ്ര 4:36 പറയുന്നു, മുഖ്യദൂതനായ ജെറമിയേൽ അവരോട് മറുപടി പറയുന്നു, നിങ്ങളെപ്പോലെ സഹിച്ചിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്ന ഉടനെ അത് സംഭവിക്കും. അത് എന്താണ്? യുഗാന്ത്യമാണത്, ലോകത്തിൻ്റെ അവസാനം. വലിയ രഹസ്യങ്ങളും വിവരങ്ങളുമാണ് ഈ ജെറമിയേൽ, ഉറിയേൽ മാലാഖമാർ കൊടുത്തിട്ടുള്ളത് എസ്രായുടെ സംശയങ്ങൾക്ക് മറുപടിയായിട്ട്. അപ്പോൾ ഇതിൽ ജെറമിയേൽ മാലാഖ പറയുകയാണ്, നിങ്ങളെപ്പോലെ സഹിച്ചിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന ഉടനെ അത് സംഭവിക്കും. എന്തെന്നാൽ ദൈവം ഈ യുഗത്തിൻ്റെ ഭാരം നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. കാലത്തിൻ്റെ അവസാനം എന്ത് സംഭവിക്കും എന്നതിന് ഉത്തരമാണ് ഇവിടെ മുഖ്യദൂതനായ ജെറമിയേൽ വെളിപ്പെടുത്തുന്നത്. പ്രിയ കൂട്ടുകാരെ, ഈ ജെറമിയേൽ മാലാഖ വെളിപ്പെടുത്തുന്ന കാര്യം നമുക്ക് ചിലപ്പോൾ ഗ്രഹിക്കാൻ പറ്റില്ല, അവർ പറയുന്നതൊന്നും. അതുപോലെ തന്നെയാണ് ഉറിയേൽ മാലാഖ എസ്ദ്രാസിനോട് സംശയങ്ങൾക്ക് മറുപടി പറയുമ്പോഴും നമുക്ക് ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ലോകാവസാനത്തെ യുഗാന്ത്യത്തെക്കുറിച്ചുള്ള വലിയ വിവരണങ്ങൾ, കൃത്യമായ കാര്യങ്ങൾ ഈ ഉറിയേൽ മാലാഖ എസ്ദ്രാസിനോട് പറയുന്നുണ്ട്. ജെറമിയേൽ മാലാഖ ഇത്രയേ പറയുന്നുള്ളൂ, നിങ്ങളെപ്പോലെ സഹിച്ചിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്ന ഉടനെ അത് സംഭവിക്കും. യുഗാന്ത്യം അത് എന്താണ്, എപ്പോഴാണ് നമുക്കറിയില്ല. പക്ഷേ അവരെപ്പോലെ സഹിച്ചിട്ടുള്ളവരൊക്കെ അവിടെ എത്തിച്ചേരണമെന്നാണ് പറയുന്നത്. ഇതാണ് ജെറമിയേൽ മാലാഖയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ഇനി ഉറിയേൽ മാലാഖ കുറേ കാര്യങ്ങൾ എസ്ദ്രാസിന് വെളിപ്പെടുത്തുന്നുണ്ട്. ഗുഡ് ന്യൂസ് ഇംഗ്ലീഷ് ബൈബിൾ വിത്ത് ഡിവോഷൻ, കാനോനിക്കൽ ബുക്സ്, അപ്പോക്രിഫ എന്ന സമ്പൂർണ്ണ ഇംഗ്ലീഷ് ബൈബിളിൽ സൊസൈറ്റി ഓഫ് സെയിൻറ്റ് പോൾ, അതിൽ 2 എസ്ദ്രാസിൻ്റെ പുസ്തകത്തിൽ എസ്ദ്രാസ് ദൈവത്തോട് യുഗാന്ത്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യദൂതന്മാരിൽ ഒരാളായ ഊറിയേൽ മാലാഖ വഴി ദൈവം ഉത്തരം കൊടുക്കുന്നത് വിശദീകരിക്കുന്നുണ്ട്. എസ്ദ്രാസ് 7 പ്രാവശ്യം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 7 ദർശനങ്ങളിലൂടെയാണ് വരാനിരിക്കുന്ന വിപത്തുക്കളെക്കുറിച്ചും മനുഷ്യൻ നീതിയിലും പരിശുദ്ധിയിലും ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ദൈവം ഊറിയേൽ മാലാഖ വഴി വെളിപ്പെടുത്തുന്നത്. മനുഷ്യ മനസ്സിന് ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കാൻ കഴിയില്ല. എസ്ദ്രാസ് പറയാണ്, എൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ട ഊറിയേൽ മാലാഖ മറുപടി പറഞ്ഞു, ഈ ലോകത്തിൽ സംഭവിക്കുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത്യുന്നതനായ ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ എസ്ദ്രാസ് പറയുന്നുണ്ട്, അതേ പ്രഭു, എനിക്ക് മനസ്സിലാകും. ഈ എസ്ദ്രാസ് മറുപടി പറഞ്ഞു അത്രേ. അപ്പോൾ മാലാഖ പറഞ്ഞു, ഭൂമിയിൽ സംഭവിക്കുന്ന 3 പ്രശ്നങ്ങൾക്ക്
ഉത്തരം കണ്ടുപിടിക്കാൻ നിന്നോട് ആവശ്യപ്പെടാനാണ് ഞാൻ അയക്കപ്പെട്ടത്. ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കടങ്കഥകളാണ് കേട്ടോ. എന്നിട്ട് മാലാഖ പറഞ്ഞു, അവയിലൊന്നെങ്കിലും നിനക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വഴികളെ പറ്റിയുള്ള നിൻ്റെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം. പിന്നെ മനുഷ്യവർഗത്തിന് എന്തുകൊണ്ടാണ് തിന്മയ്ക്കുള്ള പ്രവണത ഉള്ളതെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ആ കരാറിൽ എസ്ദ്രാസ് സമ്മതിച്ചു. അതിനുശേഷം ഈ മാലാഖ ചോദിച്ചു, എങ്ങനെയാണ് 1 കിലോഗ്രാം തീജ്വാല തൂക്കി നോക്കുന്നത്? 1 ക്യൂബിക് മീറ്റർ കാറ്റിനെ അളക്കുന്നത് എങ്ങനെയാണ്? ഒരു ദിവസത്തെ എങ്ങനെയാണ് തിരികെ കൊണ്ടുവരിക? ഒരുമാതിരി ചോദ്യങ്ങളാണ് മാലാഖ ചോദിച്ചത്. അപ്പോൾ ഈ എസ്ദ്രാസ് പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ഒരു മനുഷ്യന് പോലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ മാലാഖ പറയാണ്, സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ എത്ര ആവാസ സ്ഥലങ്ങളുണ്ടെന്ന് നിന്നോട് ഞാൻ ചോദിച്ചിരുന്നെങ്കിലോ? ഭൂമിക്കടിയിലെ ജലാശയങ്ങളിലേക്ക് എത്ര നദികൾ ഒഴുകിയെത്തുന്നുണ്ട് എന്ന് ചോദിച്ചെങ്കിലോ? ആകാശവിതാനത്തിന് മുകളിൽ എത്ര നദികളുണ്ട്? മരണമടഞ്ഞവരുടെ ലോകത്തു നിന്ന് പുറത്തേക്കുള്ള വഴി ഏതാണ്? പർദീസയുടെ കവാടം എവിടെയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിന്നോട് ഞാൻ ചോദിച്ചെങ്കിൽ നീ ചിലപ്പോൾ പറയും, ഞാൻ ഒരിക്കലും ഭൂമിക്കടിയിലെ ജലാശയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഞാൻ ഒരിക്കലും മരിച്ചവരുടെ ലോകത്ത് പ്രവേശിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല എന്നൊക്കെ നീ പറഞ്ഞേനെ. പക്ഷേ ഞാൻ നിന്നോട് ചോദിച്ചത് തീജ്വാലേനെ പറ്റിയും കാറ്റിനെ പറ്റിയും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇതെല്ലാം നീ അനുഭവിച്ചിട്ടുള്ളതല്ലേ. എന്നിട്ടും നിനക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. കുട്ടിക്കാലം മുതൽക്ക് നിനക്ക് പരിചയമുള്ള കാര്യങ്ങൾ പോലും നിനക്ക് മനസ്സിലാക്കാൻ കഴിവില്ല. പിന്നെ എങ്ങനെയാണ് നിൻ്റെ കൊച്ചു ബുദ്ധിക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാകുക? തിന്മ നിറഞ്ഞ ഈ ലോകം കണ്ട് അവശനായ നിനക്ക് എങ്ങനെയാ നന്മ സ്വരൂപനായ ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കുക? ഇതൊക്കെയാണ് ഈ ഊറിയേൽ മാലാഖ എസ്ദ്രാസിനോട് പറയുന്നത്. ഇനിയുമുണ്ട് കാര്യങ്ങൾ, യുഗാന്ത്യത്തെക്കുറിച്ച്, ലോകാവസാനത്തെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഈ മാലാഖ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എന്നിട്ട് പറഞ്ഞ മറുപടി കേട്ടോ, നിനക്ക് തീയിനെക്കുറിച്ചറിയാം, കാറ്റിനെക്കുറിച്ചറിയാം, നീ അത് അനുഭവിച്ചിട്ടുണ്ട്. ഈ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പോലും ഞാൻ ചോദിക്കുമ്പോൾ നിനക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടാൽ നിനക്ക് മനസ്സിലാകുക? ചിന്തിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ. നമ്മുടെ കൺമുമ്പിൽ കാണുന്നവയെക്കുറിച്ച് ഒന്നും പറയാൻ നമുക്ക് കഴിയുന്നില്ല. എന്നിട്ടാണ് കൺമുമ്പിൽ കാണാത്തവയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാൻ കഴിയാത്ത, ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു പിടി അനുഭവങ്ങൾ വരാനിരിക്കുന്നേയുള്ളൂ. പിന്നെ മാലാഖമാർ പറഞ്ഞതിൽ കൂടെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും വേണം. നമുക്ക് ഇന്ന് 5-ാം ദിവസം മാലാഖമാരുടെ ആ പ്രാർത്ഥന ചൊല്ലാം. ഒപ്പം വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ജപമാലയും ചൊല്ലാം. 5-ാം ദിവസം പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ട്, വരാനിരിക്കുന്ന നാളുകളിൽ നിൻ്റെ ജനത്തിന് എന്ത് സംഭവിക്കും എന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 10 ഇത് കാണാം. വിശുദ്ധ മിഖായേലെ പിശാചിൻ്റെ ദൂതന്മാർ ഞങ്ങളെ ആക്രമിക്കുകയും പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാതെ ഞങ്ങൾ പതറിപ്പോവുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ സഹായത്തിനെത്തണമേ. അങ്ങ് ഞങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുമെങ്കിൽ ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ലല്ലോ. പ്രാർത്ഥന. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ഭീകര പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ. പിശാചിൻ്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ നശിപ്പിക്കാനായി ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ, അങ്ങ് ദൈവത്തിൻ്റെ ശക്തിയാൽ ബന്ധിച്ച് നരകാഗ്നിയിലേക്ക് തള്ളിക്കളയണമേ. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ജപമാല കൂടി ചൊല്ലി നമുക്ക് ഇന്നത്തെ ഈ പ്രാർത്ഥന അവസാനിപ്പിക്കാം. പ്രിയ സഹോദരങ്ങളെ, സപ്താത്മാക്കളിൽ ഒരുവനായ ഊറിയേൽ മാലാഖ ലോകാവസാനത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇനിയുള്ള ഈ ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. മാലാഖമാരുടെ ഡ്യൂട്ടികൾ അങ്ങനെയാണ്. പലതരമാണ്. ഓരോ മാലാഖമാരും അയക്കപ്പെട്ടിരിക്കുന്നത് പല കാര്യങ്ങൾ ചെയ്യാനാണ്. അതിൽ ഊറിയേൽ മാലാഖയും ജെറമിയേൽ മാലാഖയും യുഗാന്ത്യത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ വന്നിട്ടുള്ളവരാണ്. നമുക്ക് നാളെ മുതൽ അവരുടെ ഊറിയേൽ മാലാഖ എസ്ത്രാസിനോട് പറയുന്നത് കേൾക്കാം. പരിശുദ്ധമായ മാലാഖമാരുടെ സംരക്ഷണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. മാലാഖമാരോട് നമുക്ക് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിക്കാം. പ്രിയ കൂട്ടുകാരെ, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപ് ഉണ്ടായ ഒരു മാലാഖയുടെ അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. രാത്രി സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്യുകയായിരുന്നത്. ചെയ്യുവാൻ വേണ്ടി മൊബൈൽ എടുത്തപ്പോൾ ഒരു കുറച്ച് മെസ്സേജുകൾ കണ്ടു. എന്താണ് ഈ മെസ്സേജ് ഒന്ന് നോക്കാം എന്ന്. ശരിക്കും മാലാഖമാരുടെ ഈ കാര്യമാണ് ഞാൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ മാലാഖ തന്നെയാണ് പറഞ്ഞത്. അതൊന്ന് കേട്ട് നോക്ക്. സമയം അപ്പോൾ രാത്രി 11:30 മണിയാകാറായിട്ടുണ്ട്. എങ്കിലും ഞാൻ ആ മെസ്സേജ് കേട്ടു. അപ്പോൾ ഇതിനു മുൻപ് എന്നോടൊരു സഹോദരി ഒല്ലൂർ പള്ളിയിൽ വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാളിന് വരണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു ഒക്ടോബർ 23, 24 തിരുനാളെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ് അപ്പോൾ വന്നാൽ മാലാഖയെ തൊട്ട് മുത്താം എന്നൊക്കെ പറഞ്ഞിരുന്നു. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുക 24-ാം തീയതി ബുധനാഴ്ചയാണ്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ചൊവ്വാഴ്ച രാത്രി. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഈ മെസ്സേജ് നോക്കുന്നത്. റഫായേൽ മാലാഖയും നമ്മുടെ മാലാഖമാർ ഇടപെടുന്ന ഒരു വഴി ഞാൻ പറയാൻ വേണ്ടിയാണ് ഈ ഒരു അനുഭവം പറയുന്നത്. അപ്പോൾ ഇവരുടെ മെസ്സേജ് കേട്ട് ഒന്ന് എടുത്തു നോക്കാം, എന്താണെന്നറിയാം. അങ്ങനെ മെസ്സേജ് നോക്കിയപ്പോൾ അവർ പറയുകയാണ്, ഞാൻ എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്ത് വെച്ചു, ഡ്രസ്സുകളൊക്കെ ഒരുക്കി. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് വേണ്ടത് ഒരുക്കി. നാളെ പുലർച്ചെ പുറപ്പെടും. മാലാഖയുടെ രൂപം തൊട്ടുമുത്താനായിട്ട് ഞാൻ ഒല്ലൂർ പള്ളിയിലേക്ക് നാളെ രാവിലെ തന്നെ പുറപ്പെടുന്നുണ്ട്. മാലാഖയെ കാണാൻ പറ്റിയാലും മതിയായിരുന്നു. ഞാനിത് കേട്ടോടുകൂടി എൻ്റെ ദൈവമേ, ഒക്ടോബർ 23-ാം തീയതി 24-ാം തീയതി അല്ലേ ഈ പെരുന്നാൾ, പിന്നെന്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഇങ്ങനെ? എന്തായാലും ഞാനത് കേട്ടപ്പോൾ ഉടനടി മെസ്സേജ് ഇട്ടു, ഇത് സെപ്റ്റംബറാണ്, ഒക്ടോബറിലാണ് മാലാഖയുടെ പെരുന്നാൾ എന്ന്. അപ്പോൾ ആ സഹോദരി പറയുമായിരുന്നു, മാലാഖ എൻ്റെ കൂടെയുണ്ട് ചേച്ചി. കാരണം ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ വരെ വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടായേനെ. എന്നിട്ട് മാലാഖയെ തൊട്ടുമുത്താനും പറ്റാണ്ടായാൽ എന്നെ എൻ്റെ മാലാഖ രക്ഷിച്ചതാണ് എന്ന് തന്നെ അവർ പറയുകയാണ്. എനിക്കും അതിലൊരു തർക്കവുമില്ല. റഫായേൽ മാലാഖ ഈ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ പോലും അത്ഭുതം നടത്തുന്നു എന്നറിയിക്കാൻ ഇങ്ങനെയൊരു അനുഭവം കേൾക്കാൻ ഇടയായതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. നമുക്ക് എന്ത് അപകടങ്ങളുണ്ടെങ്കിലും നമ്മൾ മാലാഖമാരിൽ ആശ്രയിക്കുന്ന ആളാണെങ്കിൽ തക്ക സമയത്ത് മാലാഖ ഇടപെടും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മാലാഖമാരുടെ തിരുനാളിനായിട്ട് ഒരുങ്ങാം. ദൈവം
തൻ്റെ പരിശുദ്ധ മാലാഖമാരിലൂടെ നമുക്ക് ആശ്വാസം പകർന്നു തരട്ടെ. ആമീൻ.